സുഹൃത്തുക്കളെ, ഇന്ത്യൻ എയർഫോഴ്സിനെ കുറിച്ചുള്ള വാർത്തയുമായിട്ട് തന്നെയാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ അത്ര സുഖം തോന്നുന്ന ഒരു വാർത്തയല്ല. അതുകൊണ്ട് നിങ്ങളുടെ മൂഡ് ഓഫ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണാതിരിക്കുക. വളരെ സിമ്പിളാണ്, കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ആംക പ്രൊജക്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിൻ പ്രൊജക്ടിനെ കുറിച്ചോ നമ്മുടെ LCA തേജസിനെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ വിമാനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചോ ഒന്നുമല്ല. കാരണം ഇവിടെ നമ്മൾ കൂടുതൽ ഫണ്ടിങ് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ നമ്മുടെ പ്രൊജക്റ്റുകളൊക്കെ നടക്കാനായിട്ട്. അതിനുവേണ്ടി ധാരാളം പണം നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സമയത്താണ് വേലി തന്നെ വിളവ് തിന്നുക എന്നുള്ള രീതിയിലുള്ള വാർത്തകളും കൂടെ പുറത്ത് വരുന്നത്. വളരെ വേദനാജനകമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസിലുള്ള ആളുകൾ, ഞാനും ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു മനുഷ്യനാണ്, ഏറ്റവും കൂടുതൽ ഇന്റഗ്രിറ്റി ഉള്ള കറപ്ഷൻ ഇല്ലാത്ത ആളുകളെന്നാണ് പൊതുവെ നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനു മുമ്പും ഒരുപാട് ഇൻഫർമേഷൻ ലീക്കിങ്ങും ഹണി ട്രാപ്പിങ്ങും പോലെയുള്ള വാർത്തകൾ വരെയും പുറത്ത് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ നമ്മളെ സംഹരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ അത് പറയാതിരിക്കാനും നിവൃത്തിയില്ല. ഇവിടെ കഥാനായകൻ ഒരു ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ചൈതന്യ കുമാർ ആണ്. ഇദ്ദേഹം എയർഫോഴ്സ് സ്റ്റേഷൻ സൂര്യലങ്കയിലെ ഒരു സ്റ്റേഷൻ ലോജിസ്റ്റിക്സ് ഓഫീസറാണ്. അപ്പോൾ പർച്ചേസുകളൊക്കെ ഇദ്ദേഹത്തിന്റെ കൈക്കൂടെയാണ് കടന്നു പോകുന്നത്. ഒരു സപ്ലയറെ വിളിച്ചിട്ട് ഇവർ ഇൻഫോം ചെയ്തു, ഞങ്ങൾക്ക് 200 മാട്രസിന്റെ ആവശ്യമുണ്ട്. നമ്മുടെ പുതിയ സർക്കാർ വന്നതിന് ശേഷം ഈ കറപ്ഷൻ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഈ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൂടെ വേണം ഗവൺമെന്റിന്റെ തലത്തിലുള്ള സകല കൊട്ടേഷനുകളും വാങ്ങാനായിട്ട്. അതുകൊണ്ട് അതിൽ കൂടെ കോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ 200 മാട്രസിന് വേണ്ടിയിട്ട് ഈ സപ്ലയർ ഏറ്റവും കുറഞ്ഞ വിലയായിട്ടുള്ള 2499 രൂപ ഒരു മാട്രസിന് വീതം 200 മാട്രസിന് 4,99,800 രൂപ കോട്ട് ചെയ്തു. ആ കൊട്ടേഷൻ അയാൾ വിന്നുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹം ഈ 200 മാട്രസുകൾ സപ്ലൈ ചെയ്തു. ഇത് സപ്ലൈ ചെയ്തതിന് ശേഷം വളരെ കൃത്യമായിട്ട് വളരെ പ്രോംപ്റ്റായിട്ട് 2024 നവംബർ 30 തന്നെ ഇദ്ദേഹത്തിന്റെ പേയ്മെന്റും ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. പക്ഷെ എന്നിരുന്നാലും ഈ പേയ്മെന്റ് പ്രോസസ് ചെയ്തതിന് ശേഷം ഈ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ചൈതന്യ കുമാർ ഈ സപ്ലയറെ വിളിച്ചിട്ട് പറഞ്ഞു, 40,000 രൂപ എനിക്ക് കിട്ടണം, എന്നാലേ നിനക്ക് ഭാവിയിലുള്ള കോൺട്രാക്റ്റുകൾ ഇവിടുന്ന് കിട്ടൂ, അല്ലെങ്കിൽ ഒന്നും ഞാൻ തരില്ല. ഇതിനിടയിൽ ഇതേ സപ്ലയർ ഇന്ത്യൻ എയർഫോഴ്സിന് 2 അഹൂജ ആംപ്ലിഫയറും കൊടുത്തിരുന്നു 42,000 രൂപയ്ക്ക്. അതിന്റെ കൂടെ 23,364 രൂപയ്ക്ക് ക്രെയിനും ട്രെയിലറും വാടകയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ എല്ലാം ബില്ലുകൾ ഈ ഓഫീസർ തടഞ്ഞു വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിനും കൂടെ ചേർത്തൊരു 10,000 രൂപ അഡീഷണൽ, അങ്ങനെ ഒരു 50,000 രൂപ വേണം, ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ബ്ലോക്ക് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഭാവിയിൽ ഇവരെന്ത് ചെയ്യും? സാധനങ്ങൾ സപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യും. ഇതുകൊണ്ടുള്ള അപകടം, ഇപ്പോൾ ഒരു മാട്രസിന്റെ കേസാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ നേവിയുടെ സബ്മറീൻസ് പൊട്ടിത്തെറിച്ചു, കുറെ പേര് മരിക്കുകയും ഉണ്ടായി. എന്തായിരുന്നു കാരണം? അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് കോമ്പണൻസ് വാങ്ങി ഇട്ടു എന്നുള്ള ഒരു കാരണം കൊണ്ടായിരുന്നു അത്. അപ്പൊ ഇങ്ങനെയുള്ള അപകടങ്ങൾ നടക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ ഒരുപാട് അംബീഷ്യസ് ആയിട്ടുള്ള പ്രൊജക്ടിന് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ധാരാളം പൈസ വേണം. നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റിൽ നിന്നാണ് ഇതെല്ലാം പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോരുത്തരുടെ പോക്കറ്റിലേക്ക് പൈസ എല്ലാം പോയി കഴിഞ്ഞാൽ അതിൽ സഫർ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും ഇവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം. ഈ സപ്ലയർ ഏതായാലും വളരെ ബുദ്ധിപൂർവ്വം ഈ കാര്യം ഹാൻഡിൽ ചെയ്തു. ഇദ്ദേഹം നേരെ വിശാഖപട്ടണം CBI ഓഫീസിൽ വിവരം അറിയിച്ചു. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് സെക്ഷൻ 7 പ്രകാരം CBI ഒരു വല വീശി ആ വലയിൽ ഇയാളെ തൊണ്ടി സഹിതം പിടികൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഭാവി നടപടികൾ എന്താകും, എങ്ങനെയാകും എന്നുള്ളതല്ല വിഷയം. വെറും ഒരു 50,000 രൂപ എന്നുള്ളതല്ല വിഷയം. ഇവരൊക്കെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സെക്യൂരിറ്റിയാണ് കയ്യിൽ വെച്ച് പന്താടുന്നതും അപകടത്തിലാക്കുന്നതും. അപ്പൊ ഇവരൊക്കെ കുറച്ചുകൂടെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അവരുടെ കയ്യിലുള്ള സകല സീക്രട്ട് ഇൻഫർമേഷനും വേണ്ടി വന്നാൽ പാകിസ്ഥാനോ അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ ഒക്കെ ചോർത്തി കൊടുക്കാൻ മടിക്കില്ല എന്ന് ആര് കണ്ടു? അതുകൊണ്ട് മാതൃകാപരമായിട്ട് അതിനുള്ള നിയമങ്ങൾ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ, അതായത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇത്രയും കടുത്ത ശിക്ഷ, തൂക്കിക്കൊല്ലാനുള്ള ശിക്ഷ കൊടുക്കാമെങ്കിൽ അതുപോലും കൊടുക്കണം. അതിനുള്ള നിയമങ്ങൾ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ നിയമങ്ങൾ കൊണ്ടുവരണം എന്നും കൂടെ അപേക്ഷിക്കുന്നു. ഏതായാലും ഒരു നെഗറ്റീവ് വീഡിയോ ആയിപ്പോയി സുഹൃത്തുക്കളെ, പക്ഷേ അത് പങ്കുവയ്ക്കാതിരിക്കാൻ വയ്യ, നിങ്ങൾ ക്ഷമിക്കണം. നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനി വരുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.